എനിക്ക് വേണ്ട. പോയോ? അവൻ ഇഷ്ടപ്പെട്ട ഇടിയപ്പം ഉണ്ടാക്കിയതായിരുന്നു. നീയായിട്ടത് ഉണ്ടാക്കാൻ നിൽക്കണ്ട, അവനത് ചോദിച്ച് മേടിച്ചോളൂ. ഇടിയപ്പം ഇച്ചിരി കാശ് കൊടുത്തു വിടായിരുന്നു. മോൾ ഇന്ന് ലേറ്റ് ആയോ? അല്ല, അനുമോൾ ഇന്ന് ലേറ്റ് ആയോ? ആ, ഹോംവർക്ക് ഉള്ളവർക്ക് അങ്ങനെ ഇച്ചിരി ലേറ്റ് ഒക്കെ ആവും. വൈകണ്ട. ആ, ഇതിന്റെ സീറ്റിലോട്ട് വെച്ചാലേ. അപ്പൊ അനുമോളോ? നടക്കും. എന്നാ ഞാനും നടക്കാം. എന്നത്തിന്? അല്ലെ, സൈക്കിളേ പോ. വേണ്ട, ഫസ്റ്റ് പീരീഡ് പുതിയ സാറാ, ബെല്ലടിക്കും. ഞാൻ പോവാ. ഈ സംഗീത് പിച്ചു വെച്ച നാൾ മുതൽ കൂടുണ്ടായിട്ടും എന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത നിന്നെ ഓർത്ത് ഒരു പെണ്ണ് അത്രയ്ക്ക് നിഷ്കളങ്കയാവാൻ പാടില്ല. പറയണമെന്നുണ്ട്, എന്നെ അറിയത്തില്ല. നാക്കെടുത്ത് വിളിച്ച് അപ്പ അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കും, മുള്ളാനും മുട്ടും. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടല്ലേ? ഈ ക്ലാസ്സിലാണോ? അപ്പൊ ഓരോരുത്തരായിട്ട് ഇവിടെ തുടങ്ങാല്ലേ? ശ്രേയസ് നാരായണൻ, ജിതിൻ വിയാസ്, റോണി തോമസ്, നിഖിലസ്, സുരേഷ് ടി ആർ, അനു. പുതിയ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്താനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് നമ്മൾ ശാസ്ത്രമേളകൾ നടത്തുന്നത്. പോയ കൊല്ലമടക്കം ഈ സ്കൂളിന്റെ പാർട്ടിസിപ്പേഷനെ പറ്റി ഞാൻ അറിഞ്ഞു. ഇക്കൊല്ലം അതുണ്ടാവണം. നമുക്കിടയിലും വല്ല ആർക്കമിഡീസോ ഐൻസ്റ്റീനോ ഉണ്ടെന്ന് ആർക്കറിയാം? ന്യൂട്ടൺ ഉണ്ട് സാറേ. എവിടെ? ആണോടോ? തന്റെ ആപ്പിള് വീണു? ആപ്പിൾ ഒന്നുമല്ല സാറേ, പിന്നെ തെങ്ങിൻചോട്ട് ചിന്തിച്ചോണ്ടപ്പോ മണ്ടയിലോട്ട് വെള്ളക്ക വീണതാ. ഇപ്പൊ ചിന്തയുള്ളൂ, ബോധമില്ല. പിന്നെ ബിന്നിതിയുടെ ഹെയർപിൻ കളഞ്ഞു പോയപ്പോ കണ്ടുപിടിച്ച ഇവനാ. ആണോടോ? തലേ കുത്തി കൊടുക്കും ചെയ്തു സാറേ. സൈലൻസ് സൈലൻസ് സൈലൻസ്. ആണോടോ പ്രതീക്ഷ? അപ്പോ പോയ കൊല്ലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ശാസ്ത്രമേളയ്ക്ക് പോയിരുന്ന ആരൊക്കെയാ? സാറേ. എന്നിട്ട് അവനെവിടെ? അവൻ വർക്ക്ഷോപ്പിലാ സാറേ. ഒന്നുകിൽ ലാബ് അല്ലേ ലൈബ്രറി. എല്ലാം ഒറ്റയ്ക്കേ ചെയ്യത്തുള്ളൂ. ആരോടൊന്നും മിണ്ടത്തും പറയത്തൊന്നുമില്ല. ഗ്ലാസ് ഇച്ചിരി കമ്മിയാ. ആ, പിന്നാണ്ട അനിമോൾ സേവിയർ ഉണ്ട്. കൂട്ടെന്ന് പറയാനുള്ള ഒരുത്തിയേ ഉള്ളൂ. അതുകൊണ്ടേ ഇതൊക്കെ ഉണ്ടാക്കിയത് അവനാ. സിനിമാ പ്രൊജക്ടർ, ഡയറി ഫാം, വിൻമില്ല്, അങ്ങനെ ഏതാണ്ടൊക്കെ കുറെ ഉണ്ട്. പ്രൈസും അടിച്ചിട്ടുണ്ട്. ഇത്രയും ടാലന്റുള്ള പയ്യനെന്തിനാ പഠിപ്പ് നിർത്തിയത്? അതവന്റെ അപ്പന്റെ പണിയാന്നേ. പിന്നെ അവനും കുറച്ച് ഫൗളുകളുണ്ട്. പോയ വെക്കേഷന് ഹിൽ ടോപ്പിൽ NCCയുടെ പാരാസെയിലിംഗ് ക്യാമ്പ് നടക്കുമ്പോഴാണ് എനിക്കതിന്റെ ഗൗരവാലിറ്റി പിടികിട്ടിയത്. പാരാഗ്ലൈഡ്, ഇതും സായിപ്പിന്റെയാ. ഡേവിഡ് ബാരഷ്. പുതപ്പ് പോലുള്ള സാധനത്തിന് നാലിട്ടതും കയറി കെട്ടി കുന്നിന് മുകളിൽ പോയി കാറ്റിന് ഓപ്പോസിറ്റായി നിന്നാ കാറ്റ് പിടിച്ചപ്പോൾ നമ്മളെയും തൂക്കിയെടുത്തോണ്ടൊന്ന് പോകും. പിന്നെ നല്ല രസാ. പിന്നെ NCCക്കാരുടെ പാരാസൈൽ അത് നമുക്ക് ചെയ്യാം. പക്ഷെ നല്ല ട്രെയിനിങ് വേണം. ഇവൻ ഇനിയും ചാടും. എന്നാ എന്നാ സാർ എന്നെയും കൂടി സാർ. അവിടെ തുടങ്ങി. സാർ 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 പ്ലീസ് സാർ, നീ ഒന്ന് വിട്ടെ സാർ.
എടാ ഇത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് ഓടി വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പ്രാക്ടീസ് വേണം. പിന്നെ നീ NCCയിലുണ്ടോ? ഇല്ലല്ലോ. എടാ ഇത് ഞാനോ നമ്മുടെ സ്കൂളോ നടത്തുന്ന പരിപാടിയല്ല. രാജ്യത്തിന്റെ പല ഭാഗത്ത് നിന്ന് സെലക്ഷൻ കിട്ടിയ NCC പിള്ളേർക്ക് വേണ്ടി പാരാമിലിറ്ററി ഫോഴ്സ് നടത്തുന്ന കാര്യമാണ്. ഒന്ന് മനസ്സിലാക്കി. ഉടുമ്പ് പിടിക്കുന്ന കണക്കാണല്ലോ.